എനിക്ക് ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അവരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ, ഇനിയും ചെയ്യാനല്ല കുറെ കാര്യം നമുക്ക് ചെയ്യണ്ടേ. ഞാൻ പൊക്കോട്ടെ എന്റെ വഴിയെ. അവര് എന്തിനാ വെറുതെ എത്രയോ പേരെ വിമർശിക്കാനുണ്ട്, എന്നെ എന്തിനാ വിമർശിക്കുന്നത്? ഈ അച്ചായനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ ആരോപണം. ആയിരിക്കാം. ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എന്റെ കയ്യിലുണ്ട്. അതിന്റെ പേരിൽ തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ തളർത്താൻ നോക്കില്ല. നമ്മൾ ആർക്കും ഒരു ചതി ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ? എന്താണെന്ന് എനിക്കറിയില്ല, ആരെയും ചെയ്തതെന്ന് അറിയില്ല. നിങ്ങളിപ്പോ ചോദിച്ചതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആയിക്കോട്ടെ. കുറെ പേർക്കൂടെ ഇനിയും പോകാനുണ്ട്. കുറെ കല്യാണങ്ങൾ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുന്നോട്ട്. അതൊക്കെ ഒന്ന് നടത്തിക്കൊണ്ട് കളയരുതേ. ആദ്യം പ്ലീസ് എന്നാ പറയാം, ഇത് കളയാതിരിക്കാൻ നിങ്ങൾ. ആർക്കും ഒരു ചേതയില്ലാത്ത ഉപകാരമാണ്. ആരെയും ഞാൻ വിമർശിക്കാൻ വരുന്നില്ല. പിന്നെ ചിന്തിച്ചാൽ മതി, നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് 40 കട ഞാൻ പണിത്, ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പോ 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറ പണിത വീടുകളായിരിക്കും. അപ്പൊ അവരെന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തൊന്ന് തീർത്ത് തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം ചെലവായിരുന്നു. അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 40 ഷോപ്പുകൾ തുറന്ന് നിങ്ങൾക്കറിയാം, എനിക്ക് ശത്രുക്കൾ ജൂവലർക്കാരുണ്ട്. എന്റെ ഓപ്പോസിറ്റുള്ള ജൂവലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട്. അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണാവാം. എനിക്കത് സാരമില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് കിട്ടാൻ അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്. അത് നിർത്താതിരിക്കുക. അതെനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിന് ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ്, നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി എന്നെ കഴിക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം ഞാൻ വെച്ചിട്ടുണ്ട്. അവരോട് വന്ന് അവിടെ വന്ന് ഫ്രീ ആയിട്ട് കഴിച്ചോളാൻ പറ. ഈ യൂട്യൂബേഴ്സിനോട് എന്നെ വെച്ച് റീച്ചാക്കുന്നവര് എന്തിനാ എന്നെ വെച്ച് റീച്ചാക്കി? ഈ പാവങ്ങൾ കൂടെ കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഞാൻ ആഹാരം മാറ്റിവെക്കും. 400 പേർക്കുള്ള അന്നദാനം കൂടാതെ ഞാൻ ഒരു കുറച്ച് ഫുഡ് കൂടെ അവർക്ക് മാറ്റിവെക്കും. അവർ സുഖമായിട്ട് അവിടെ വന്ന് യൂട്യൂബേഴ്സിന് കഴിച്ചിട്ട് പോകും. അല്ലെ, അതിന്റെ നല്ലത്. അവർ എന്നെ വിറ്റ് കാശാക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് എതിര് നിൽക്കാതിരിക്കാം. ഈ ജൂവലർക്കാരാണ്, ബാക്കിയുള്ളവരാണ് ഇവരെ കൊണ്ട് നക്കാപ്പിച്ച കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അത് സത്യം. പക്ഷെ എന്തിനാണ് ഇവർക്കൊക്കെ കിട്ടുന്നവരില്ലാതെ? പിന്നെ 2-3 വീട് തറകൾ കെട്ടിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതിന്റെ പേര് തട്ടിപ്പാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ സഹായിച്ചത്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നത് എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. നാളെ ചെയ്തില്ലതേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്. ഇത് മാത്രമല്ല, ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം